അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വ ഉസല്ലി വ ഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപകർച്ചവ്യാധിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. വളരെ എളുപ്പത്തിൽ തന്നെ ലോകം ആഗ്രഹിക്കുന്ന ഒരു സമാധാനത്തിലേക്കും നിർഭയത്വത്തിലേക്കും അള്ളാഹു നമ്മെയും നമ്മളെ സഹോദരങ്ങളെയും എത്തിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അടഞ്ഞു കിടക്കുകയും മെമ്പറുകൾ അള്ളാഹുവിൻ്റെ വാക്കുകളാൽ സന്തോഷമുഖരിതമാകുന്ന അന്തരീക്ഷങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിപ്പോൾ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ദൈവമില്ല, അള്ളാഹു ഇല്ല എന്നതല്ല മറുപടി. മറിച്ച് അള്ളാഹുവിനെ വെല്ലുവിളിക്കാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കാനും മനുഷ്യ സമൂഹം പരിശ്രമിച്ചതിൻ്റെ, ആ രീതിയിൽ പ്രതികരിച്ചതിൻ്റെ പരീക്ഷണമാണോ ശിക്ഷയാണോ നമ്മൾ അനുഭവിക്കുന്നത് എന്ന ചിന്തയിലൂടെയായിരിക്കണം ഓരോ വിശ്വാസി സമൂഹവും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയെ ഓർക്കേണ്ടതും തിരിച്ചറിവായി മനസ്സിലാക്കേണ്ടതും. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. സത്യവിശ്വാസം കൈക്കൊള്ളുകയും തങ്ങളുടെ വിശ്വാസത്തെ അധർമ്മം കൊണ്ട് മലിനമാക്കാതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർ തന്നെയാണ് സന്മാർഗം സിദ്ധിച്ചവരും. ഇന്ന് ഈ ഒരു മഹാപകർച്ചവ്യാധിയുടെയും പരീക്ഷണത്തിൻ്റെയും പേരിൽ ഏറെ ഭയപ്പാടും ആശങ്കയിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്, കച്ചവട സ്ഥാപനത്തിലുള്ള വലിയ നഷ്ടം പിളർന്ന് വിഴുങ്ങാൻ കാത്തിരിക്കുന്ന കടക്കാരുണ്ട്. ഇങ്ങനെ പല രംഗത്തും പരാജയങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പലരും. അതിലൊക്കെ ആശങ്കപ്പെടുകയും ഭയപ്പെടുകയും ഞാൻ എന്ത് ചെയ്യും എന്ന ഒരു മാനസിക സംഘർഷത്തോടുകൂടി ഇന്ന് പല ആളുകളും ജീവിതം പോലും വെറുത്ത് ആരാധനകളിലുള്ള കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും ഒക്കെ ഉപേക്ഷിച്ച് സ്വന്തമായ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാത അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്.
എന്നാൽ അല്ലാഹു തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് സത്യവിശ്വാസം കൈക്കൊള്ളുകയും ആ വിശ്വാസത്തെ അധർമ്മം കൊണ്ട് മലിനമാക്കാതിരിക്കുകയും ചെയ്തവർ, അവർക്കാണ് നിർഭയത്വമുള്ളത്. കാരണം ജീവിതത്തിൽ നേരിടുന്ന ഏതേത് ഘട്ടങ്ങളെയും തരണം ചെയ്യാനും സമാധാനത്തോടെ മുൻപോട്ട് പോകാനും വിശ്വാസികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ആരാവണം? അവന്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളായിരിക്കും ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും കഴിഞ്ഞു പോകാനുള്ളത്. ഒന്നവന്റെ കഴിഞ്ഞ കാലഘട്ടം, 2 അവന്റെ ഇപ്പോഴുള്ള സാഹചര്യം, 3 വരാനിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ 3 ഘട്ടങ്ങളെയും നമ്മളെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഉൾക്കൊണ്ടു, ആ ഘട്ടങ്ങളിൽ നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇഹലോകത്തല്ലെങ്കിൽ പരലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ വിചാരണ ചെയ്യപ്പെടും എന്ന ആത്മവിശ്വാസവും ചിന്തയുമുണ്ടെങ്കിൽ ഏത് ഘട്ടങ്ങളെയും സ്വർഗത്തിലേക്കുള്ള പാതയാക്കാനും സന്തോഷ സമാധാനത്തോടുകൂടി മുൻപോട്ട് പോകാനും വിശ്വാസി സമൂഹത്തിന് സാധിക്കും. ഒരു വിശ്വാസി ഒരിക്കലും അവന്റെ ഭൂതകാലത്തെ ഓർത്ത് വിലപിക്കുകയില്ല. അഥവാ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ പറ്റി ഒരു വിശ്വാസി ഒരിക്കലും വിലപിക്കുകയില്ല. അവൻ ചെയ്തു പോയതിൻ്റെ പേരിലോ അവൻ പ്രവർത്തിച്ചു പോയതിൻ്റെ പേരിലോ. കാരണം അവൻ ചെയ്തു പോയ പാപങ്ങൾ, അവന്റെ ഭൂതകാലത്ത് അറിവില്ലാത്ത കാലത്ത് അവൻ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ അർപ്പിച്ചുകൊണ്ട് ആ പാപങ്ങളും തിന്മകളും കഴുകിക്കളയാൻ കിട്ടിയ ഒരു അസുലഭ നിമിഷമായിരുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ റമദാൻ. ആ റമദാൻ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞിട്ട് മാസം തികഞ്ഞിട്ടേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് ആ പരിശുദ്ധ റമദാനും അതിനുശേഷമുള്ള ഇബാദത്തുകളും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു യഥാർത്ഥ വിശ്വാസി അവൻ ചെയ്തു പോയ ഭൂതകാലത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഒരിക്കലും ആശങ്കപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യുകയില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഭൂതകാലത്ത് കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ പാപങ്ങളും കുറ്റങ്ങളും നമ്മെ ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളെ വിശ്വാസത്തിന് എവിടെയൊക്കെയോ പാളിച്ചകളും പോരായ്മകളും സംഭവിച്ചു എന്നാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. ഇക്കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും ചെയ്ത ഇബാദത്തിനെ കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടിയ സങ്കടങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് മാപ്പരന്നിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമായിരിക്കും, ഭയമില്ലായ്മയായിരിക്കും ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ശ്രേഷ്ഠത. ഇന്ന് ചില ആളുകളൊക്കെ പറയുന്നത് പോലെ നമ്മൾ മുൻപ് ചെയ്തതിൻ്റെതായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത് എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ അവിടെയും ഒരു വിശ്വാസി ആശ്വസിക്കുന്നത് ഞാൻ ചെയ്തു പോയിട്ടുണ്ടാകാം. അറിവില്ലാത്ത കാലത്ത് നിരവധി പാപങ്ങളും കുറ്റങ്ങളും പലരും ചെയ്തിട്ടുണ്ടാകാം. വിവരമില്ലായ്മയും ദുനിയാവിനോടുള്ള ആസക്തിയും പിടിച്ചാൽ കിട്ടാത്ത മാനസികാവസ്ഥയും പലരെയും പല തെറ്റിലേക്കും എത്തിച്ചിട്ടുണ്ടാകാം. അല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ലലമു അൻഫുസഹും, അതായത് സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുകയും മ്ലേച്ഛമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ. നമ്മളെ കഴിഞ്ഞ കാലം ഓർക്കുമ്പോൾ അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന സ്വയം പരിതപിച്ച വർത്തമാനങ്ങളല്ല അള്ളാഹു ആഗ്രഹിക്കുന്നത്. മറിച്ച് ദക്കറുല്ലാഹ, അവൻ അള്ളാഹുവിനെ ഓർക്കുന്നു, എന്നിട്ട് അള്ളാഹുവിനോട് അവൻ പാപമോചനം തേടുന്നു, ചെയ്തുപോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ അർപ്പിക്കുന്നു. ഭൂതകാലത്തെ ആ ചെയ്തിയുടെ പേരിൽ പിന്നെ അവന്റെ മനസ്സിൽ ആശങ്കയില്ല. കാരണം തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ അവൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളോട് സ്വയം ചോദിക്കേണ്ട വലിയൊരു ചോദ്യം, ഭൂതകാലത്തുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ നമുക്കിപ്പോഴും ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഖേദിച്ച് മടങ്ങിയിട്ടില്ല. നമ്മൾ ഇപ്പോഴും ആ പ്രവർത്തനങ്ങൾ തുടരുന്നു, തുടരാൻ ആഗ്രഹിക്കുന്ന മനസ്സുമായി ജീവിക്കുന്നു എന്നാണ് അതിൽ നിന്നും നമ്മെപ്പറ്റി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഏത് പാപം ചെയ്തവനാണെങ്കിലും നമ്മളാരും മൗസൂമീങ്ങളല്ല.
പാപരഹിതരല്ല. പച്ചയായ മജ്ജയും മാംസവും കരളുമുള്ള മനുഷ്യരെ നാശത്തിലേക്കും തിന്മകളിലേക്കും കൊണ്ടുപോകാൻ ഏത് നിലക്കൊക്കെ സാധിക്കുമോ ആ നിലക്കെല്ലാം പിശാച് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗം മനസ്സിൽ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുക എന്നുള്ളത് ഏറെ ക്ലേശകരമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോ, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിപ്പോ. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, മറ്റൊരുത്തന്റെ വിശ്വാസത്തെ അളക്കാനും അവന്റെ സ്വർഗനരകം തീരുമാനിച്ച് വ്യാഖ്യാനിച്ച് പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും ശ്രമിക്കാതെ നമ്മുടെ ആഖിറവും നമ്മളെ സ്വർഗവും അന്വേഷിച്ച് ഭൂതകാലത്തുള്ള ചെയ്തികളെ ഖേദപൂർവം അള്ളാഹുവിലേക്ക് അർപ്പിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു ഘട്ടം അവന്റെ വർത്തമാന കാലഘട്ടമായിരിക്കും. അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വിശ്വാസി ഒരിക്കലും പരിഭ്രാന്തനാവുകയില്ല, അസംതൃപ്തി കാണിക്കുകയില്ല. പരിഭ്രാന്തനാവുക എന്നുള്ളത് അള്ളാഹു ഒരു വലിയ പരീക്ഷണത്തിലേക്ക് എന്നെ കൊണ്ടുപോകും, എനിക്കത് സഹിക്കാൻ പറ്റാതായി പോകും, ഞാൻ വലിയൊരു പ്രയാസത്തിലേക്ക് എത്തിപ്പെടും എന്ന് വിശ്വസിക്കുന്നവനല്ല വിശ്വാസി. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകാം, അതെന്റെ പരലോകം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും. എനിക്ക് പലതും അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് നേരിടേണ്ടി വന്നേക്കാം. അള്ളാഹു പഠിപ്പിച്ചതുപോലെ മിനൽ ഖൗഫി വൽ ജൂഇ, പട്ടിണിയാവാം, ദാരിദ്ര്യമാകാം, അങ്ങനെ പലതും ഞാൻ നേരിടേണ്ടി വന്നേക്കും. ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഇനിയും എനിക്ക് മുൻപോട്ട് പോകേണ്ടി വന്നേക്കും. ഭക്ഷണം പോലും കഴിക്കാൻ കിട്ടിക്കൊള്ളണമെന്നില്ല. മ്യാൻമാറിലും റോഹിംഗ്യൻ മുസ്ലിമീങ്ങളും അനുഭവിച്ചിരുന്ന ദാരിദ്ര്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പ്രയാസങ്ങൾക്കും മുൻപിൽ അതേ രീതിയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാലും ഒരു വിശ്വാസി പരിഭ്രാന്തനാവുകയില്ല. കാരണം അവനറിയാം, ഞാൻ ഈ സഹിക്കുന്നതിനെല്ലാം എനിക്ക് അള്ളാഹുവിൻ്റെ അരികിൽ പ്രതിഫലമുണ്ട്. വിശ്വാസി സമൂഹമേ, സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷത്തിനും അള്ളാഹുവിൻ്റെ അരികിൽ പ്രതിഫലമുണ്ട് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ആ ചിന്ത നമ്മളെ മാറാനും തിരുത്താനും കാരണക്കാരനാക്കും. വീട്ടിലായതുകൊണ്ട് നമസ്കാരങ്ങൾ വേണ്ട, വീട്ടിലായതും ജുമാ ഇല്ലാത്തത് കൊണ്ടും ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല എന്നല്ല വിശ്വാസി ചിന്തിക്കുന്നത്. എൻ്റെ പകലുകളെ അള്ളാഹുവിങ്കലേക്ക് കൊണ്ടുപോകാൻ, ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലുകളായി കണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കാൻ അവൻ തയ്യാറാകുമ്പോൾ അവൻ പരിഭ്രാന്തനല്ല. ഒരു വിശ്വാസിക്ക് പരിഭ്രമം വേണ്ട. ആ പരിഭ്രമം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളെ വിശ്വാസത്തിന് എവിടെയൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പരിഭ്രമവുമില്ലാതെ അതോടൊപ്പം തന്നെ ഒരസംതൃപ്തിയും അവൻ ഈ ദുനിയാവിൻ്റെ ഈ സന്ദർഭത്തിൽ അവൻ നേരിടുന്നതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല. വർത്തമാന കാലഘട്ടത്തിൽ അവൻ നേരിടുന്ന ഏത് പ്രയാസങ്ങളും സന്തോഷങ്ങളും അള്ളാഹുവിൻ്റെ ഖളാ ആണെന്ന് അവൻ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ഒരു അസംതൃപ്തി വിശ്വാസികൾക്കുണ്ടാവില്ല. ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്നവൻ സ്വയം തീരുമാനിക്കും. അതല്ലേ ഈമാനിൻ്റെ ആറാമത്തെ ഘടകം, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം, ഖളായിലുള്ള വിശ്വാസം. ആ വിശ്വാസം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ അവനൊരു അസംതൃപ്തി ഉണ്ടാവൂല. നഷ്ടമാകുമോ, ഇത് വല്ലാത്തൊരു പ്രതിസന്ധി തന്നെ, ഇന്ന് നേരിടുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ് എന്നല്ല അവൻ ചിന്തിക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്, അത് ഖളാ ആണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് നൽകുന്ന ഓരോ ഖളാഉം അസംതൃപ്തി കാണിക്കാതെ അതിൻ്റെ പിന്നിൽ അള്ളാഹു ലക്ഷ്യം വെക്കുന്ന നന്മ കണ്ടെത്താനും ആ നന്മയിലൂടെ മുൻപോട്ട് പോകാനുമായിരിക്കും ഒരു വിശ്വാസി ശ്രമിക്കുകയും അവൻ ജീവിതത്തിൽ മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ ഭൂമിയിലും കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി. നിലവിട്ടും അഹങ്കരിച്ചും മനുഷ്യൻ അള്ളാഹുവിനെ വെല്ലുവിളിച്ചപ്പോൾ ലോകങ്ങൾക്ക് മുൻപിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മതമായ ഇസ്ലാമിനെ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും കുടുസൻ മനോഭാവത്തിലേക്ക് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട തീവ്ര ചിന്താധാരകളുമായി നടക്കുന്നവർ കൊണ്ടുപോയപ്പോൾ ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാം വെറുക്കപ്പെടുകയും ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടാനും തുടങ്ങി. വിശിഷ്യ കേരളക്കരയിൽ പോലും മതത്തിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ
പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ജീവിക്കേണ്ടതിന് പകരം കുടുങ്ങിയ മനസ്ഥിതിയോടുകൂടി എന്തിലും ഏതിലും വർഗീയതയും എന്തിലും ഏതിലും മത തീവ്രതയും പ്രകടിപ്പിക്കുന്ന ചിലരുണ്ടായപ്പോ അതിൻ്റെ പേരിലും ഈ സമുദായത്തിൽ സമൂഹത്തിൽ ഒട്ടേറെ ദുരിതങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എന്ത് പ്രയാസങ്ങളാണെങ്കിലും, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അതൊരു തീവ്ര മാനസികാവസ്ഥയിലൂടെ ചിന്തിച്ച് ഒരു മത തീവ്രവാദത്തിലേക്ക് പോകാതെ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കണം, അതാണ് എന്നോടുള്ള ചോദ്യം, അത് നിർവഹിക്കാൻ ഞാൻ പരിശ്രമിക്കണം. ഒരാളെയും നിയന്ത്രിക്കാനോ അടിച്ച് ആക്ഷേപിച്ച് അല്ലെങ്കിൽ അടിച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനോ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന ചിന്തയോടെ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നീ ഉപദേശിക്കണം, അതാണ് നിന്റെ ഉത്തരവാദിത്വം. ഒരിക്കലും നീ ഒരു ചാവേറോ ബോംബോ അല്ല ആവേണ്ടത്. നീ ഉപദേശിക്കണം, നിന്റെ ജീവിതത്തിലൂടെ അവർക്ക് നീ കാണിച്ചു കൊടുക്കണം. ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നീ അസംതൃപ്തനായി കാണരുത്. നിനക്ക് ഈ ലോകത്തോട് വെറുപ്പ് തോന്നരുത്. നീ ജീവിതം അവസാനിപ്പിക്കരുത്. മുഴുവൻ ആളുകളെയും നീ ആക്ഷേപിക്കരുത്. എല്ലാവരും കുറ്റവാളികൾ എന്ന് മുദ്രകുത്തി നിന്റെ മനസ്സിലെ കാഴ്ചപ്പാടിനനുസരിച്ച് ഒരു മതത്തെ നീ സമൂഹത്തിന് മുൻപിൽ പറയിപ്പിക്കരുത്. മറിച്ച് നീ എന്ത് ചെയ്യണം? ക്ഷമയോടെ സംതൃപ്തിയോടെ അള്ള നൽകുന്ന വർത്തമാന കാലഘട്ടത്തിലുള്ള പരീക്ഷണങ്ങളായാലും സന്തോഷങ്ങളായാലും അത് സമാധാനത്തോടെ ഏറ്റെടുത്ത് അതിൽ നിന്നും രക്ഷപ്പെടാനും അതിനെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ഒരു പാതയാക്കി മാറ്റാനും നിനക്ക് സാധിക്കുമോ? അതിനായിരിക്കണം ഒരു വിശ്വാസി പരിശ്രമിക്കേണ്ടതും അവൻ ചിന്തിക്കേണ്ടതും. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലേ, ഫമയഅമലു മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമയഅമലു മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഒരണുമണി തൂക്കം ഞാൻ ചെയ്താൽ അതെന്റെ ഗുണമായി എൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെടും. അയാൾ അത് ചെയ്യുന്നുണ്ടോ, ഇവനത് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അയാൾ അങ്ങനത്തോനല്ലേ, ഇവരിങ്ങനത്തവരല്ലേ എന്ന് മറ്റൊരുത്തനെ നോക്കി ആക്ഷേപിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, അല്ലാഹു തആല പഠിപ്പിച്ചത്. നീ ചെയ്തിട്ടുണ്ടോ, മറ്റൊരാൾ ചെയ്തിട്ടില്ലെങ്കിലും മറ്റാരൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടിയാലും 100 ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തിന്മകൾക്ക് നടുവിൽ ഒരു പുഞ്ചിരി എന്ന സ്വതക്കയാണ് നീ ചെയ്തതെങ്കിൽ നിനക്കതിൻ്റെ കൂലിയുണ്ടാകും. ബാക്കി കോടാനുകോടി തെറ്റ് ചെയ്തവർ അവർ അള്ളാഹുവിനോട് കണക്ക് പറയട്ടെ. അവർക്ക് നടുവിൽ അള്ളാഹുവിനെ സ്നേഹിച്ച് ചെയ്യുന്നത് നീയാണെങ്കിൽ നിനക്കതിൻ്റെ ഗുണമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ വിശ്വാസി. അതാണ് ഒരു വിശ്വാസിയുടെ രണ്ടാമത്തെ ഏറ്റവും നല്ല ലക്ഷണം. മൂന്നാമത്തെ ഒരു ലക്ഷണം, ഒരിക്കലും ഒരു വിശ്വാസി അവൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിച്ച് ആശങ്കപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യുകയില്ല. എൻ്റെ ഭാവി എന്താകും എന്ന ആശങ്ക ഒരു വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. പക്ഷെ ആ ഭാവിയെ പറ്റിയുള്ള ആശങ്ക നന്മകൾ ചെയ്യാതെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആശങ്കയായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ വിശ്വാസത്തിന് എവിടെയൊക്കെയോ പോരായ്മകളുണ്ട് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഭാവി, എൻ്റെ മരണാനന്തര ലോകം, എൻ്റെ ഖബർ, എൻ്റെ അള്ളാഹുവിൻ്റെ കോടതിയിലുള്ള മഹ്ശറ, ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഭയം, ഒരാശങ്ക നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകളുടെ കറകൾ നമ്മളെ ഹൃദയത്തിൽ നിന്നും മാറാത്തത് കൊണ്ടാണ്. അത്രമാത്രം നന്മകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന സ്വയം കുറ്റബോധം കൊണ്ടാണ്. ഒരു വിശ്വാസിക്ക് ആ രംഗത്തും ഒരിക്കലും ഒരു ഭയമോ ആശങ്കയോ ഉണ്ടാവുകയില്ല. മറിച്ച് അവൻ ചിന്തിക്കും, എനിക്ക് അല്ലാഹുവിൻ്റെ കോടതിയിലേക്കുണ്ട്. ഏറ്റെടുക്കുന്ന ഓരോ ഭാരങ്ങളും ത്യാഗങ്ങളും മരണാനന്തര ലോകത്തേക്കുള്ള സന്തോഷമായിട്ട് അവൻ കാണും. ഏത് രീതിയിൽ അല്ലാഹു മരിപ്പിച്ചാലും കാത്തിരിക്കുന്ന സ്വർഗമായിരിക്കും മരണസമയത്തും പുഞ്ചിരിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമസ്കരിച്ച് സലാം വീട്ടിയിരിക്കുന്ന നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെ ഭാവിയെപ്പറ്റി നമുക്ക് ആശങ്കയുണ്ട്, നമ്മളെ ഖബറിനെ പറ്റി നമുക്ക് ആശങ്കയുണ്ടെങ്കിൽ മനുഷ്യരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളാരും പാപരഹിതരല്ലെങ്കിൽ പോലും കഴിവിൻ്റെ പരമാവധി ഒരു നല്ല വിശ്വാസിയാവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് മറ്റൊരാളെ ബോധ്യപ്പെടുത്താനല്ല. 10 പേർ സ്നേഹിക്കുമ്പോൾ 100 പേർ വെറുക്കുന്നൊരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 10 ആളുകൾ നല്ലത് പറയുമ്പോൾ
100 ആളുകൾ കുറ്റം കണ്ടെത്തി പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ കൈകളിലുള്ള മൊബൈലുകൾ പോലും പച്ചയറച്ച് തിന്നാനും കുറ്റപ്പെടുത്താനും മറ്റൊരുത്തനെ വരുതിയിലാക്കാനും മറ്റൊരുത്തന്റെ പേരിലേക്ക് കള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനും അല്ലെങ്കിൽ പറ്റിപ്പോയ ഒരു അബദ്ധം നാട്ടുകാർക്കിടയിൽ പറഞ്ഞു പരത്തി സമൂഹത്തിൽ അവനെ ഒറ്റപ്പെടുത്താനും അവനെ കൊല്ലാനും അവനെ ആത്മഹത്യയിലേക്കും അതേ രീതിയിലുള്ള പല സങ്കടകരമായ അവസ്ഥയിലേക്കും ആളുകൾ പരസ്പരം ചെളിവാരിയെറിഞ്ഞ് പരിശ്രമിക്കുമ്പോൾ കൊന്നു കൊലവിളിച്ചിട്ടും തീരാത്ത പക വീണ്ടും വീണ്ടും പ്രകടിപ്പിക്കുന്ന ഒരു ലോകത്ത് പരസ്പരം എന്തിനും ഏതിനും ലാഭമെന്ന 2 അക്ഷരം മാത്രം നോക്കി ബന്ധം കൂടുകയും ചിരിക്കുകയും ഏത് രംഗത്തിടപെടുകയും മതത്തെ പോലും ലാഭമായി കാണുന്ന ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ലോകത്ത് നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ കഴിഞ്ഞുപോയ അഥവാ നമ്മളുടെ കഴിഞ്ഞുപോയ കാലമോ വർത്തമാനകാലമോ ഭാവിയോ ഒരിക്കലും നമ്മളെ ഭയപ്പെടുത്തുകയില്ല. ഒരു വിശ്വാസിയുടെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ഇത് 3 ഘട്ടങ്ങളാണ്. ഈ 3 ഘട്ടങ്ങളിലും നിർഭയത്വം, ഒരു സമാധാനം, ഒരു ഭയമില്ലായ്മ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹു പഠിപ്പിച്ച വിശ്വാസ തെളിമയാൽ അവൻ്റെ വിശ്വാസത്തെ മലിനമാക്കാത്ത, അധർമ്മം കൊണ്ട് മലിനമാക്കാത്ത ഒരു നല്ല മുഅ്മിനായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ഇപ്പം ചിന്തിച്ചാൽ മതി. ഈ ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഓരോരുത്തരും ചിന്തിക്കുക, നമ്മളെ 3 ഘട്ടം എൻ്റെ ഭൂതകാലത്ത് ഞാൻ ഭയപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? എൻ്റെ വർത്തമാനകാലത്ത് ഭയപ്പെടാനുള്ള, അള്ളാഹുവിൻ്റെ മുൻപിൽ ഭയപ്പെടാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഭാവി എന്താകും അള്ളാഹുവിൻ്റെ മുൻപിൽ? ഈ 3 ഘട്ടങ്ങളും ഒരു ഭയപ്പാടായിട്ടാണ് മനസ്സിൽ തോന്നുന്നതെങ്കിൽ സഹോദരങ്ങളെ, നമ്മളേറെ അള്ളാഹുവിൻ്റെ നരകത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാതെ സ്വർഗത്തിലേക്കെത്താൻ പരിശ്രമിക്കുക, ഓരോരുത്തരുടെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക. പ്രവാസ ലോകത്ത് നിന്ന് മടങ്ങി വരുന്നവർ, നാട്ടിൽ ദുരിതപ്പെടുന്നവർ, കച്ചവടത്തിലിടപെട്ട് ഒരുപാട് സങ്കടപ്പെടുന്നവർ, പലരും കച്ചവട ദാരിദ്ര്യത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലും പല രംഗത്തും പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സമാധാനവും സ്വസ്ഥതയും ശാന്തമായൊരു ജീവിതവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാഥ, പലരും പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഏറെ ദുരിതം പേറുന്നുണ്ട്. റബ്ബേ അർഹമുറാഹിമിനായ നാഥ, സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു സംതൃപ്തമായൊരു മാനസികാവസ്ഥയിലേക്കും ജീവിതത്തിലേക്കും നീ ഞങ്ങളെ എത്തിച്ചു നൽകണമേ നാഥ. ചെയ്തുപോയ ചെറുതും വലുതുമായ സകല പാപങ്ങളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ നാഥ. അള്ളാഹുവേ, ഈ ഒരു മഹാപകർച്ചവ്യാധി എളുപ്പം ഞങ്ങളിൽ നിന്ന് നീക്കി മുൻപുണ്ടായിരുന്ന നിർഭയത്വത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു നല്ല പുലരിയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണമേ റബ്ബേ. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.